ഓഫീസിന് പരിസരത്തായി ഒട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിരവധി ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് SFIയുടെ ഒരു പ്രതിഷേധം ഇപ്പോൾ അരങ്ങേറുന്നത്. സ്റ്റേഡിയം സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തുന്ന ഭാഗത്ത് തൂണുകളിൽ ഉൾപ്പെടെ രാഹുലിന്റെ ലുക്കൌട്ട് നോട്ടീസ് SFI ഇവിടെ പതിക്കുകയും ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് നേരത്തെ വിതരണം ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ എല്ലാ സ്ഥലത്തും പോസ്റ്ററുകൾ ഒട്ടിച്ച് വെക്കുകയും ചെയ്യുന്നത്. അങ്ങനെ രാഹുലിനെതിരെ വ്യക്തമായ ശക്തമായ പ്രതിഷേധം നടത്താൻ തന്നെയാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളത് SFIയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ രാഹുൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് സമാനമായ രീതിയിലുള്ള പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഏതായാലും പോലീസ് രാഹുലിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ല വിട്ടുപോയിട്ടില്ല എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതായത് രാഹുൽ ഈ പാലക്കാട് വിട്ടുപോയാൽ അത് ഈ കേസിനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള നിയമോപദേശം രാഹുലിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നും രാഹുൽ വിട്ടുപോയിട്ടില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മറ്റു വിവരങ്ങളൊന്നും തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട ഇപ്പോഴും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ജില്ലയുടെ പല ഭാഗങ്ങളിലായി അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുമുണ്ട്. ഇന്ന് രാവിലെ രാഹുലിന്റെ പേഴ്സണൽ അസിസ്റ്റന്റും ഒപ്പം തന്നെ ഡ്രൈവറും ഉൾപ്പെടെയുള്ളവർ ഓഫീസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ ഫോൺ കഴിഞ്ഞ വ്യാഴാഴ്ച സ്വിച്ച് ഓഫ് ആയതായിരുന്നു. പക്ഷേ ഇവർ തിരിച്ച് ഓഫീസിലേക്ക് എത്തുകയും ചെയ്തു. രാഹുൽ ജാമ്യാപേക്ഷ നൽകിയതിന് പിന്നാലെയാണ് ഇവർ തിരിച്ച് എത്തിയത്. ഈ ഘട്ടത്തിൽ ഇവർക്കും രാഹുലുമായി ബന്ധപ്പെട്ട കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ഇല്ല. കഴിഞ്ഞ ദിവസം ഓഫീസ് പൂട്ടിയിട്ടത് സ്റ്റാഫുകൾ വന്ന് തുറന്നപ്പോൾ ഇവർക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, രാഹുലുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും രാഹുലിനെ